back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ചോക്ലേറ്റ് ബ്രെഡ് പുഡിങ്ങിന്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും പിന്നെ ഓൾ എന്ന ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഇതിനായിട്ടിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 10 സ്ലൈസ് ബ്രെഡാണ്. നമുക്കിതിനെ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് ബ്രെഡിനെ കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനിതിനെ നല്ലപോലെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർക്കാം. ഇപ്പം മുട്ട എടുത്തിട്ടുണ്ട്. ഇതിന് റൂം ടെമ്പറേച്ചറിലുള്ളതും അല്ലാത്തതും ഒക്കെ എടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അതും കൂടെ മുട്ടയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് അലിഞ്ഞു ചേരട്ടെ, അതുവരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷുഗർ നല്ലപോലെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടറോ ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇതും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1.5 കപ്പ് പാലും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ഇതിലേക്ക് ചേർക്കണം. കൊക്കോ പൗഡറിനെ നമ്മൾ കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കൊക്കോ പൗഡർ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പൊടി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബ്രെഡ് പുഡിങ്ങിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ്ങിനുള്ള ടിന്ന് ശരിയാക്കാം. ഇതിനായിട്ടിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ഒരു ടിന്നാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബട്ടർ പേപ്പർ ഇറക്കി വെക്കുകയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, അത് ഞാൻ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കണേണ്, അല്ലെങ്കിലും കിട്ടുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് പുഡിംഗ് മിക്സ് ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ അല്പം വെള്ളവും പിന്നെ ഒരു വേറാക്കും ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ പുഡിങ്ങിൻ്റെ മിക്സ് വെച്ചിട്ടുള്ള ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാൻ. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു 40-45 മിനിറ്റോളമൊക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങളുടെ പാനിൻ്റെ ചൂടിനനുസരിച്ചിട്ട് ടൈമിൽ മാറ്റം വരും. ചിലപ്പം കുറച്ചുകൂടെ സമയം കൂടി എന്നൊക്കെ വരും. ഇപ്പം ഞാൻ 45 മിനിറ്റ് കഴിഞ്ഞ് കണ്ടോ, നമ്മുടെ പുഡിങ്ങൊക്കെ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂട് പോയതിന് ശേഷം മാത്രമേ ഈ ടിന്നിൻ്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാവുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുക്കറിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നല്ല പോലെ ചൂട് പോയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് വിടിവിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒരു ഡിഷിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്തുനിന്നും വിട്ടു പോരുന്നതാണ്. കണ്ടോ, ഇപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ നമുക്ക് പതുക്കെ അങ്ങ് കീറി മാറ്റാം. ഇപ്പോൾ ബട്ടർ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരികയാണ്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ
ചോക്ലേറ്റ് ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികളുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.